നിങ്ങൾ വല്ല അറിഞ്ഞായിരുന്നോ? യൂട്യൂബിൽ ഇപ്പോൾ അടിമുടി മാറ്റങ്ങളാണ്. കോടിക്കണക്കിന് ആളുകളുടെ പ്രിയപ്പെട്ട വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. കണ്ടന്റുകൾ കാണുന്നതിന് മാത്രമല്ല, കണ്ടത് പ്രചരിപ്പിക്കുന്നതിനും ക്രിയേറ്റ് ചെയ്യുന്നതിനുമായി യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് 16 വയസ്സിന് താഴെയുള്ള ഒരു യൂട്യൂബർക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യണമെങ്കിൽ മുതിർന്നവർ ആ ലൈവ് സ്ട്രീമിംഗിൽ ഉണ്ടാകണമെന്ന പുതിയ നയം യൂട്യൂബ് പുറത്തിറക്കിയിരുന്നു. ജൂലൈ 22 മുതലാണ് ഈ നയം വരുന്നത്. ഇതിനു പിന്നാലെ വീണ്ടും പോളിസികളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് യൂട്യൂബ്. ഇത്തവണത്തെ മാറ്റം മോണിറ്റൈസേഷൻ പോളിസിയിലാണ്. ഇനി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഒറിജിനൽ ശബ്ദം ഉൾപ്പെടെ മോണിറ്റൈസേഷന് മാനദണ്ഡമാകും. AI ജനറേറ്റഡ് ഉള്ളടക്കങ്ങൾ, വീഡിയോസ്, ശബ്ദങ്ങൾ എന്നിവയെ എല്ലാം ഈ പുതിയ നയം ബാധിക്കും. കൂടാതെ ഒരേ വീഡിയോ കണ്ടന്റ് തുടർച്ചയായി ഉപയോഗിക്കുന്നതുൾപ്പെടെ തടയുക എന്നതാണ് യൂട്യൂബ് ലക്ഷ്യമിടുന്നത്. ഇതോടെ യൂട്യൂബിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്ന ഇൻഫ്ലുവൻസർമാർ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. ജൂലൈ 15 മുതലാണ് ഈ പോളിസി നിലവിൽ വരുന്നത്. യൂട്യൂബ് മോണിറ്റൈസേഷൻ ലഭിക്കാൻ ഒരു ചാനലിന് കുറഞ്ഞത് 1000 സബ്സ്ക്രൈബർമാരെങ്കിലും ഉണ്ടായിരിക്കണം. കൂടാതെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആ ചാനലിലെ വീഡിയോകൾക്ക് കുറഞ്ഞത് 4000 മണിക്കൂർ പ്ലേ ടൈം ഉണ്ടാകണം. ഇത് കിട്ടാതിരുന്നാൽ മറ്റൊരു ഓപ്ഷനായി ചാനലിന് 10 മില്യൺ പബ്ലിക് ഷോർട്ട് വ്യൂസ് ഉണ്ടായിരിക്കണം എന്ന് യൂട്യൂബ് നിശ്ചയിച്ചിരിക്കുന്നു. പുതിയ നയത്തിൽ ഏറെ അവ്യക്തതകൾ ഉണ്ടെന്നാണ് ക്രിയേറ്റർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒറിജിനൽ ഉള്ളടക്കം എന്നതിൽ യൂട്യൂബ് വ്യക്തമായ നിർവചനം നൽകിയിട്ടില്ല. AI അധിഷ്ഠിത വീഡിയോകളെയാണോ പുതിയ മാറ്റത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും വ്യക്തമല്ല. ഇതുപോലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിനായി ഫോളോ സൈബർ ക്യാമ്പസ്.